ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ചാവിനെ വെന്ന ദേവനവൻ, ജീവനെ നൽകാൻ കഴിവുള്ളവൻ. ചാവിനെ വെന്ന ദേവനവൻ, ജീവനെ നൽകാൻ കഴിവുള്ളവൻ. ഭൂവിതിലേവം വെളിപ്പെടുവാൻ ഈ വിധം ചെയ്തു മാനവർക്കായി. മരിച്ചോരുയിരെ ധരിച്ചോൻ ഒരുത്തനെയുള്ളവൻ ക്രിസ്തേശുനാഥനല്ലോ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ ധ്യാനിക്കുന്ന, കർത്താവിൻ്റെ മുമ്പാകെ നന്ദി അർപ്പിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ താഴ്ചയും, ഈ ആശയം വരുന്ന ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വായിച്ച് ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ മനോഹാരിത വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന മനോഹരമായ ഭാഗം. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞിപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലങ്കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. 19-ാം അധ്യായം 12-ാം വാക്യം. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ നിരവധി രൂപവർണ്ണനകൾ, മഹത്വത്തിൻ്റെ മനോഹരമായ നേർക്കാഴ്ചകൾ തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിൽ നാം കാണുന്നു. അതിൽ ചില വേദഭാഗങ്ങളാണ് ഇപ്പോൾ നാം വായിച്ചത്. ഈ വായിക്കപ്പെട്ട വേദഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമാണ് നാം ദർശിക്കുന്നത്. നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, അങ്ങനെ അതിൻ്റെ മനോഹരമായ വിശദീകരണങ്ങൾ. 19-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത, തലയിൽ അനേകം രാജമുടികൾ. നമ്മുടെ കർത്താവ് മഹാദൈവവും മഹാരാജാവും ദൈവാദിദൈവവും കർത്താദി കർത്താവും ഏറ്റവും ഉന്നത വ്യക്തിത്വവും ആരാധനയ്ക്ക് യോഗ്യനും എക്കാലത്തും ആരാധന സ്വീകരിക്കുന്ന ഏറ്റവും ഉയരത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവാണ്. അങ്ങനെ നാം ശ്രദ്ധിച്ചും ചിന്തിച്ചും പോയാൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം അത് അവർണ്ണനീയമാണ്. ആ മഹത്വത്തിൻ്റെ പൂർണ്ണത മനുഷ്യരായി നമുക്ക് പൂർണ്ണ അളവിൽ മനസ്സിലാക്കിയെടുക്കുവാൻ നാം പ്രാപ്തരുമല്ല. എന്നാൽ കർത്താവ് വെളിപ്പെടുത്തിയ സത്യങ്ങൾക്കനുസൃതമായി ആ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. ആ മഹത്വത്തിൻ്റെ മുമ്പിൽ മനുഷ്യർക്ക് ആർക്ക് നിൽക്കുവാൻ കഴിയും? അത്രയും ഉന്നതനായ കർത്താവാണ്
നാം ആരാധിക്കുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവും മഹാദൈവവുമായ നമ്മുടെ യേശുക്രിസ്തു. എന്നാൽ പ്രിയമുള്ളവരെ, ഇത്ര ഉന്നതനായ കർത്താവ് നമുക്ക് വേണ്ടി താണിറങ്ങി വന്നപ്പോൾ കടന്നുപോയ താഴ്ചയുടെ വിവിധ ഭാഗങ്ങൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെ. പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി. അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു. കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി, മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ച വേദഭാഗങ്ങളിൽ, അതിൻ്റെ വർണ്ണനകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തിവിശേഷമാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് പട്ടാളക്കാരുടെ മുമ്പിൽ നിന്ദിതനായി, നിസ്സഹായനായി, ഏറ്റവും താഴ്മയുടെ അനുഭവത്തിലൂടെ നമ്മുടെ കർത്താവ് കടന്നു പോകുകയാണ്. രാജമുടികൾ തലയിലുള്ള കർത്താവ് താഴ്ചയിലേക്ക് വന്നപ്പോൾ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവനെ ചൂടിച്ചു. അധികാരത്തിൻ്റെ ചെങ്കോൽ കൈവശമുള്ള രാജാതിരാജാവിനെ അവർ കളിയാക്കി വന്ദിച്ചു. നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വിളങ്ങുന്ന കർത്താവിൻ്റെ ദേഹത്ത് അവർ രക്താംബരം ധരിപ്പിച്ചു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ പ്രകാശിക്കുന്നില്ല ഈ സമയത്ത്. തൻ്റെ ശക്തിയേറിയ വാക്കും നോക്കും പ്രവൃത്തിയും പ്രകടിപ്പിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഉള്ളപ്പോൾ തൻ്റെ താഴ്ചയിൽ അത് പ്രകടിപ്പിക്കാതെ നിൽക്കുന്ന കർത്താവിനെ നാം കാണുന്നു. അവനെ തുപ്പി, മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു, കളിയാക്കി, പരിഹസിച്ചു. പ്രിയമുള്ളവരെ, ഏറ്റവും നിന്ദിക്കപ്പെട്ടു പോയി. എന്തിനാണ്? കർത്താവ് നമുക്ക് വേണ്ടി താണിറങ്ങി. താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയി. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഇതെല്ലാം സഹിച്ചു. ഈ നിന്ന, പരിഹാസം, വേദന, ദുഃഖം, കഠിനമായ പീഡകൾ, ശാരീരിക ദണ്ഡനങ്ങൾ, ക്രൂശിലെ അസഹനീയമായ വേദന, കൈകാലുകളിൽ ആണികൾ തറച്ച് ഏറ്റവും വേദനിച്ച് നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നു, നമുക്ക് വേണ്ടി മരിച്ചു. മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, നമ്മെ രക്ഷിക്കാൻ, നമ്മെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകുവാൻ. താഴ്ചയിൽ നമ്മെ ഓർത്തു. നാം നരകത്തിലേക്ക് പോകാതിരിക്കാൻ, നമുക്ക് സ്വർഗം അവകാശമായി തരുവാൻ ഉന്നതൻ താണിറങ്ങി വന്ന് നമുക്ക് വേണ്ടി താഴ്മ ധരിച്ച് ഈ അനുഭവത്തിലൂടെ പോയി നമ്മെ രക്ഷിച്ചതുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിനോട് പറയാം, കർത്താവേ, അവിടുന്ന് ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണ്. പക്ഷേ എന്നെ തേടി താഴ്ചയുള്ള ഭൂമിയിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്നു. താഴ്ചയിൽ എന്നെ ഓർത്തു. അവിടുന്ന് താഴ്മയുടെ എല്ലാ ഭാവങ്ങളും വെളിപ്പെടുത്തി ജീവിച്ചു. എനിക്ക് വേണ്ടി ഇത്രമാത്രം നിന്ദയും പരിഹാസവും വേദനയും എല്ലാം സഹിച്ചു. എന്നെ നീ രക്ഷിച്ചല്ലോ. കർത്താവേ, സ്തോത്രം. എന്നെ രക്ഷിക്കുവാൻ അവിടുന്ന് താഴ്മ ധരിച്ചതുകൊണ്ട്, മഹത്വം വിട്ട് താണിറങ്ങി വന്നതുകൊണ്ട് കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ തുടർന്നും മഹത്വപ്പെടുത്തി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
മറ്റാരും ചെയ്തില്ലിതുപോലെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റാരും ചെയ്തില്ലിതുപോലെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. വാനത്തിൻ കീഴിൽ നരർക്കിടയിൽ മറ്റൊരു നാമം ഇല്ലിതന്നെ. മരിച്ചോനുയിരെ ധരിച്ചോൻ ഒരുത്തനെയുള്ളവൻ ക്രിസ്തേശുനാഥനല്ലോ.